50% മാർക്കുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്രൂവ് ആയാൽ യൂറോപ്യൻ TRC. ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റിന് കൊടുക്കുന്നതിനേക്കാൾ കുറവ് തുകയ്ക്ക് നിങ്ങൾക്ക് യൂറോപ്പിലെത്താം. ഞാനീ പറഞ്ഞത് ലിത്വേനിയ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റിയിട്ടാണ്. ലിത്വേനിയയുടെ അധികം വീഡിയോസൊന്നും എൻ്റെ യൂട്യൂബ് ചാനലിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു രാജ്യത്തെ പറ്റിയിട്ട് ഞാനൊരു ബ്രീഫ് തരാം. ലിത്വേനിയ എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള രാജ്യമാണ്. ഷെങ്കൻ സോണിലുള്ള രാജ്യമാണ്. ലാത്വിയയുടെയും എസ്തോണിയയുടെയൊക്കെ അടുത്ത് കിടക്കുന്ന ഒരു രാജ്യം. യൂറോ തന്നെയാണ് ഈ ഒരു രാജ്യത്തെ ഒഫീഷ്യൽ കറൻസി. നിരവധി പബ്ലിക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഈ ഒരു രാജ്യത്തുണ്ട്. എന്നാൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3000 യൂറോ മുതൽ ഫീസ് സ്റ്റാർട്ട് ചെയ്യുന്ന നിരവധി പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഈ ഒരു രാജ്യത്ത് കാണാൻ പറ്റും. ഈ കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ തന്ന എഡ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയെ കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ അറിയാത്ത ഏതോ ഒരു റിക്രൂട്ട്മെൻറ്റ് ഏജൻറ്റിന് 5-10 ലക്ഷം രൂപയൊക്കെ കൊടുത്ത് യൂറോപ്പിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലും കുറഞ്ഞ തുകയ്ക്ക് ഈ ഒരു രാജ്യത്ത് നിന്ന് മാസ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പോവാം. റിക്രൂട്ട്മെൻറ്റ് പോലെ അത്രയും റിസ്ക് ഉള്ളൊരു പ്രോസസ്സല്ല സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുന്നത്. ഇനി പഠിക്കാനായിട്ട് IELTS ഒക്കെ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ വേണ്ട. ലിത്വേനിയയിൽ പഠിക്കാനായിട്ട് IELTS വേണ്ട. 1 വർഷം സ്റ്റേ ബാക്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു രാജ്യത്ത് പാർട്ട് ടൈമും ചെയ്യാം. ഇനി പാർട്ട് ടൈം ചെയ്യാൻ വേണ്ടി മാത്രം ചില ആൾക്കാർ വിദേശത്ത് പഠിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ. നിങ്ങളുടെ സ്റ്റഡീസിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പാർട്ട് ടൈം ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. പ്രത്യേകിച്ച് ലിത്വേനിയ പോലുള്ള രാജ്യത്ത് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് പാർട്ട് ടൈം ചെയ്യാം. എന്ന് വെച്ചിട്ട് നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ടൊക്കെ പാർട്ട് ടൈം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റഡീസിൽ ഉഴപ്പും. ഒരു രാജ്യത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ട താമസം, ഭക്ഷണം, ഈ കാര്യങ്ങൾ അവിടെ നിന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യാനായിട്ട് ഒരു അവസരം ഉണ്ടാക്കി തരുന്നത്. പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ മിസ്യൂസ് ചെയ്തുകൊണ്ട് പാർട്ട് ടൈം മാത്രം ചെയ്താൽ നിങ്ങൾക്ക് സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അക്കാഡമിക്സിനെ അത് വളരെയധികം ബാധിക്കും. നിങ്ങളുടെ ഫ്യൂച്ചറിനെയും അത് വളരെ ബാധിക്കും. സോ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റേ ബാക്ക് ടൈമിൽ ചെയ്യാം. പാർട്ട് ടൈംസ് എല്ലാനും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ മിനിമലായിട്ട് നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട ഒരു കാശ് കണ്ടെത്താൻ വേണ്ടി മാത്രം നിങ്ങൾ പാർട്ട് ടൈം ചെയ്യുക. ഇനി ലിത്വേനിയയിൽ പഠിക്കുന്നത് കൊണ്ടുള്ള വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ നിങ്ങൾക്ക് കൂടെ കൊണ്ടുപോകാം. IELTS ഉള്ള അല്ലെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ മാത്രമാണ് നമുക്ക് ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാൻ പറ്റുക. എന്നാൽ ലിത്വേനിയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ ക്യാരി ചെയ്യാം. 60% മാർക്കാണ് മിക്ക ലിത്വേനിയൻ യൂണിവേഴ്സിറ്റികളും ചോദിക്കുന്നത്. എന്നാലും 50% മാർക്കുള്ളവരെയും ആക്സെപ്റ്റ് ചെയ്യുന്ന ചില യൂണിവേഴ്സിറ്റികളുണ്ട്. ഇനി നിങ്ങളിപ്പോൾ എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി വേറൊരു ഡ്രോബാക്ക് ഉള്ളത്, നിങ്ങളൊരു മാസ്റ്റർ പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 16 ഇയേഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. അതായത് +2 ശേഷം ഒരു 4 വർഷത്തെ ബാച്ചിലേഴ്സ് ചെയ്തവർ അല്ലെങ്കിൽ BTech ചെയ്തവർ, അങ്ങനെയുള്ളവർക്ക് ഇവിടെ നിങ്ങൾക്ക് മാസ്റ്റേഴ്സ് ചെയ്യാം. ഇനി അങ്ങനെ BTech ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞ് ഒരു മാസ്റ്റേഴ്സ് വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾക്ക് 16 ഇയേഴ്സിന് മുകളിൽ എഡ്യൂക്കേഷൻ ഉണ്ട്. ഇനി അതല്ല എങ്കിൽ നിങ്ങളൊരു ബാച്ചിലേഴ്സ് ചെയ്ത് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 4 സെമസ്റ്ററോ അല്ലെങ്കിൽ 2 സെമസ്റ്ററോ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ലിത്വേനിയയിലെ കുറച്ച് ഫേമസ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ലിത്വേനിയ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി കോഴ്സസ് ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. മെഡിസിൻ, ഡെൻ്റൽ, ഫിസിയോതെറാപ്പി, നഴ്സിംഗ്, പബ്ലിക് ഹെൽത്ത് പോലെയുള്ള മിക്ക കോഴ്സുകളും നിങ്ങൾക്ക് ഈ ഒരു യൂണിവേഴ്സിറ്റി ചെയ്യാം. മറ്റ് യൂണിവേഴ്സിറ്റികൾ വില്നിയസ് ഗഡിമിനസ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, SMK, VMU, ISM, ക്ലീപ്പഡ യൂണിവേഴ്സിറ്റി, ഇത്തരത്തിൽ നിരവധി യൂണിവേഴ്സിറ്റികൾ ലിത്വേനിയയിലുണ്ട്. ഇനി നമുക്ക് ലിത്വേനിയയുടെ ഒരു സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി ഒരു ഓൺലൈൻ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. ഓൺലൈൻ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് SKVC എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വെരിഫിക്കേഷൻ, അതിൻ്റെ ഇക്വലൻസി ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. SKVC ക്ലിയർ ആയി കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്യും. ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റിന് ഫീസ് അടയ്ക്കാം. ഫീസ് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മീഡിയേഷൻ ലെറ്റർ കിട്ടും. ആ മീഡിയേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് VFSൽ നമ്മുടെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യാം. VFSൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കോൺസുലേറ്റിൻ്റെ സൈഡിലേക്ക് പോയി കോൺസുലേറ്റിൽ നിന്ന് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കാം. ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ച് സമയമെടുക്കും, ആ ഒരു ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററി റെസിഡൻസി കാർഡാണ് ലിത്വേനിയ ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇതാണ് ഒരു ഓഫർ കിട്ടി നിങ്ങൾ സ്റ്റുഡൻറ്റ് വിസ എടുക്കുന്നത് വരെയുള്ള ഒരു പ്രോസസ്സ്. ഇനി ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ട പ്രൂഫ് ഓഫ് ഫണ്ട് ഒരു 6.5 lakhs ആണ്. അതേപോലെ തന്നെ ലിത്വേനിയയിൽ ഇനി അടുത്ത് വരുന്ന ഇൻടേക്കിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഡെഡ് ലൈൻ എന്ന് പറയുന്നത് ജൂൺ 15 സോ അതിന് മുന്നേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എഡ് അബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിത്വേനിയയുടെ വീഡിയോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഗുണകരമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ബൈ.